Girls with their nails done. Girls with their nails done. Girls with their nails done. ആകാശത്തിന്റെ അപാരമായ വിസ്താരത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അകലെ എന്ന ഒറ്റ വാക്കിനെയാണ് അർജുനൻ മാഷ് ആകാശത്തിന്റെ വലിപ്പം നമ്മളെ ബോധ്യപ്പെടുത്താൻ നാദത്തിലൂടെ അകലേ അകലേ നീലാകാശം ഇല്ലേ, അത് ബോധ്യപ്പെടുത്തിയില്ലേ? ഹൃദയ സരസിന്റെ വലിപ്പം ദക്ഷിണാമൂർത്തി നമ്മളെ ബോധ്യപ്പെടുത്തി എങ്ങനെയാ? ഹൃദയ സരസിലേ അങ്ങത്തിയനെ പിന്നെ തിരിച്ചുകൊണ്ടിരുന്നാണ്ട് പ്രണയ പുഷ്പമേ ഇങ്ങോട്ട് തിരിച്ചു. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഇനി ശ്രദ്ധിക്കണേ, പകുതി പൂട്ടിയ കണ്ണിന് പറയുന്നൊരു വാക്കുണ്ട്, അർദ്ധനിമീലിതം. ഒരു ധ്യാനാവസ്ഥയല്ലേ അത്? അതിനെ ദക്ഷിണാമൂർത്തി അർദ്ധനിമീലിതം എന്നല്ല ഉച്ചരിച്ചത്. അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ ഹൃദയ സരസിലല്ലേ അല്ലേ? രാഘവ മാഷ് ശ്യാമസുന്ദര പുഷ്പമേ എന്നൊരു പാട്ടിൽ ധ്യാനം എന്ന വാക്കുച്ചരിച്ച ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ശബ്ദത്തിന് അർത്ഥം ഉണ്ടാകുന്ന അവിടെ കാണാം അല്ലേ? ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണു നീ. അടുത്തത് ധ്യാനലീനമീരിപ്പു. അത് കേൾക്കുമ്പോൾ തന്നെ ധ്യാനം ഫീൽ ചെയ്യുന്നില്ലേ? ആ നാദം ജൈവികമാണ്, എഴുത്തിൽ അത് കിട്ടില്ല. അത്തരത്തിൽ നമ്മൾ ആശയവിനിമയം നടത്തണം. ആ ആശയവിനിമയത്തിലൂടെ ഇമോഷണൽ കോഷ്യന്റ് കുട്ടികളിൽ ഉണ്ടാകണം, വൈകാരികമായ പക്വത. ചിരിക്കാനും കരയാനും അറിയണം കുട്ടികൾ, ചിരിക്കാതിരിക്കാനും കരയാതിരിക്കാനും അറിയണം. ദേഷ്യം വരാൻ അറിയണം കുട്ടികൾ, ദേഷ്യം വരാതിരിക്കാനും അറിയണം കുട്ടികൾ. മനസ്സിലായോ? ഇന്നലത്തെ ഒരു കുട്ടിയെ കാറിടിച്ച് കൊന്നാളെ കോടതി വിധി വന്നില്ലേ? അയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. എന്താ വിഷയം? ഇയാള് ഒരു അമ്പലത്തിന്റെ മതിലിന് പോയിട്ട് മൂത്രമൊഴിച്ചു. അപ്പൊ അടുത്തുള്ള ചെക്കൻ പറഞ്ഞു, നിങ്ങളെന്ത് പരിപാടി എടുത്ത് ഈ അമ്പലത്തിന്റെ മതിലിനാ മൂത്രമൊഴിക്കുക? നിങ്ങൾ ദൈവത്തെ അല്ലേ അപമാനിച്ചെന്നല്ല പറഞ്ഞ് ഈ ചെക്കൻ വല്ലാണ്ട് പറഞ്ഞു. അത് വെച്ച് ചെക്ക സൈക്കിൾ ഊതി പോകുമ്പോൾ ഇയാള് ആ വീഡിയോ അങ്ങനെ കണ്ടു. ആ കാറ് കൊടുത്തിട്ട് ഒരൊറ്റ അടിച്ച് കൊന്നു കളഞ്ഞ കുട്ടീനെ. പെട്ടെന്ന് തന്നെ അപമാനിക്കപ്പെട്ടതിന്റെ വികാരം, ആ വികാരത്തെ അടക്കാൻ കഴിയുന്നില്ല ഇന്ന്. ഇതാണ് കുട്ടികളുടെ പ്രശ്നം, കത്തിക്കുത്ത്. ഈ വൈകാരികമായ പക്വത വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ എന്തു ചെയ്യണം? നമ്മുടെ കുട്ടികൾ ലഹള. എന്താ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗുരു ലഘുവും തമ്മിലുള്ള മത്സര. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശരീരത്തെ വളർത്തി, അവന്റെ മനസ്സിനെ വളർത്തിയോ? ബുദ്ധി വളർത്താൻ സ്കൂളിൽ നിന്ന്, ശരീരം വളർത്താൻ വീട്ടിൽ നിന്ന്. എന്നാൽ ഈ ബുദ്ധിയുടെയും ശരീരത്തിന്റെ ഇടയിലൊരു സാധനമുണ്ട്, മനസ്സ്. ആ മനസ്സാ പ്രധാനം. ബുദ്ധിയില്ല എല്ലാവർക്കും മനസ്സുണ്ടാവണമെന്നില്ല, മനസ്സുള്ള എല്ലാവർക്കും ബുദ്ധി ഉണ്ടാവണമെന്നില്ല. മനസ്സ് രൂപപ്പെടുത്തുന്ന സർവകലാശാല വീടും നാടുവാ. വീട്ടുകാരും നാട്ടുകാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനായാലേ അതുണ്ടാവൂ. ഇപ്പൊ എന്താ? ഈ ശരീരവും മനസ്സും തമ്മിലുള്ള പിടിയും വലിയില് ആമയും മൊയിലും പന്തയം വെച്ച പോലെയാ. ആമയും മൊയിലും പന്തയം വെച്ച കഥ, ഈ സോപ്പ് കഥ കേൾക്കാത്ത ലോകത്ത് ഒരു സ്കൂള് കുട്ടിയില്ല. മൊയില് കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോൾ ആമ വളരെ പിറകില. എന്തിനാ ഇത്ര നേരത്തെ പോയിട്ട്? 2 മെഡൽ കിട്ടൂലല്ലോ, ഒന്നല്ലേ കിട്ടൂ. ഒന്ന് വിശ്രമിച്ചിട്ട് പോവാം. വിശ്രമിച്ചിട്ട് ഉറങ്ങിപ്പോയി. ഉറക്ക് തെളിയുമ്പോൾ അതാ ആമ പോയി സമ്മാനവും വാങ്ങി വരുന്നു. എന്നിട്ട് മാഷന്മാർ നമ്മളെ പഠിപ്പിച്ചു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. ഈ കഥയെ നമുക്കൊന്ന് മാറ്റി പിടിക്കണ്ടേ?
ഈ മനസ്സാണ് മുയല്, ശരീരമാണ് ആമ. നമ്മുടെ ശരീരം ആമയെപ്പോലെ മെല്ലല്ലേ വളരൂ. മൃഗങ്ങളെല്ലാം പ്രസവിച്ച ഉടനെ അരമണിക്കൂറിനോട് എണ്ണീറ്റ് ഓടൂലേ അല്ലേ? നിങ്ങൾ ആരെങ്കിലും പെറ്റിട്ട് അരമണിക്കൂറിൻ്റെ ഓടിയ മക്കളുണ്ടാ? 6 മാസമായിട്ടില്ലേ ദോശ മറിച്ചിടെ കമിഴ്ന്ന് കിടക്കായേ? 6 മാസമില്ലേ? പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിച്ചും. അങ്ങനെ പാടി ചേർക്കുമ്പോൾ LKG ചേർക്കുമ്പോൾ 3 വയസ്സാവില്ലേ? 3-ാമത്തെ വയസ്സിൽ പശു പെറ്റിട്ടൊരമ്മയായിട്ടുണ്ടാവും. നമ്മളെ കുട്ടിയോ? നമ്മളെ കുട്ടി കുഞ്ഞിമോളല്ലേ? അവിടെ ഒരു അമ്മയാവാൻ പിന്നെ എത്ര കാലം കഴിയണം? നമ്മുടെ ശരീരം ആമയെ പോലെയാ. എന്നാ ബുദ്ധിയോ മനസ്സോ? എൻ്റെ അമ്മോ, കുഞ്ഞുമക്കളെ ബുദ്ധി കണ്ടിട്ടുണ്ടോ? നമ്മളൊരു LP സ്കൂളിൽ ചെന്നോക്ക്. അവരുണ്ടാക്കിയ അസൈൻമെന്റുകൾ, പ്രൊജക്റ്റുകൾ, കൊളാഷുകൾ, ചാർട്ടുകൾ, എന്തെല്ലാം അവരുണ്ടാക്കിയത്. എന്തൊരു ബുദ്ധിയാ കുട്ടിയൊക്കെ. അത് മുയലിനെ പോലെ കുതിച്ചോടുന്നു. പക്ഷെ ഒരു നിശ്ചിത പ്രായം എത്തുമ്പോണ്ടല്ലോ, കൗമാരം തുടങ്ങുമ്പോൾ ഇവന്റെ ശരീരത്തിൽ ഹോർമോൺ ഉൽപാദനം തുടങ്ങും. ഈ ഹോർമോൺ പ്രകൃതിയുടെ നിയമമല്ലേ? നമുക്ക് ഹോർമോൺ ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് മക്കളുണ്ടായേ. നമ്മളുണ്ടായത് നമ്മളെ അച്ഛനമ്മമാർക്ക് ഹോർമോൺ ഉള്ളത് കൊണ്ടല്ലേ. ഹോർമോൺ വേണം, പക്ഷെ അതെപ്പോ? അതാണ് ഹോർമോൺ ഉണ്ടാകേണ്ട ഒരു പ്രായമുണ്ട്. നമ്മളെല്ലാം 10-ലെത്തുമ്പോൾ അന്ന് ഹോർമോൺ വരിക, അന്നേരം പ്രേമെല്ലാം വരുക. കുറേശ്ശെ 10-ലെത്തുമ്പോൾ വന്നാൽ തന്നെ ധൈര്യം ഉണ്ടോ പറയാൻ? ആരാദ്യം പറയും, ആരാദ്യം പറയും പറഞ്ഞിട്ട് മിണ്ടൂല അല്ലേ? കാരണം എന്തുകൊണ്ട് ഈ ഹോർമോൺ ഉണ്ടാണ്ട്? അന്ന് ഉച്ചക്കെന്നാ കറി ചക്കക്കുരു വെള്ളരിക്കും ഓലൻ, രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓല. ഇതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവും? അവസാനം സെൻഡ് ഓഫ് ആയ ദിവസം ഒരു ഓട്ടോഗ്രാഫിൽ ഒരു എഴുത്തുണ്ട്, കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്നുള്ള എഴുതി. പിന്നെ വാട്സപ്പും ഇല്ല, മൊബൈൽ ഫോണും ഇല്ല, ഇൻസ്റ്റഗ്രാമും ഇല്ല, പിന്നെ ഒരു വിവരവും ഇല്ലല്ലോ അല്ലേ? രണ്ടും 2 വഴിക്ക് പോയി. പാള കീറിയും പോയി, മോര് മറിഞ്ഞും പോയി. ഇപ്പം നല്ല ഭക്ഷണമെല്ലാം കഴിച്ച് മക്കളല്ല എപ്പോ നല്ല ഹോർമോണെല്ലാം കുറച്ച് വീണ്ടും വന്ന് അന്നേരം പഴയാളിയെല്ലാം തപ്പി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെയും പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളാ, കണ്ടില്ലേ അല്ലേ? നല്ലതാട്ടോ. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ 317 വീടാണ് കേരളത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ സഹപാഠികൾക്ക്, വീടില്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുത്തത്. എന്തൊരു പുണ്യമാണ്. ആയിരക്കണക്കിന് ആളുകളുടെ ചികിത്സയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ. എത്ര സ്കൂളിലാണ് എന്തെല്ലാം സംഭാവന, നല്ല കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ മൊബൈൽ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പഞ്ചസാര ഇട്ട് ഇളക്കാണ്ടിരുന്നാൽ മതി. മനസ്സിലായോ അല്ലേ? എൻ്റെ നാട്ടിൽ കണ്ണൂർ മാതമംഗലത്തിൽ ഒരു പെണ്ണ് പോയി, പെണ്ണിൻ്റെ ഒന്നിച്ച് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഇട്ടപ്പോൾ ഓളെ ഭർത്താവ് കണ്ടു. ഭർത്താവ് ചൊറയാക്കി. ആരാണ് ബഹളം വെച്ചു. ഇവളപ്പാട് ഓനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ വല്ലാണ്ട് ചീത്ത പറയുന്നു. അപ്പാട് ഓൻ തോക്ക് കൊടുത്ത് വന്നിട്ട് ഈ ഭർത്താവിനെ വെടിവെച്ച് കൊന്നു. കണ്ടില്ലേ? നോക്കുമ്പോൾ ഇവളാണ് അതിൻ്റെ പ്രേരണ എന്ന് മനസ്സിലായി. ഓളെ അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലെല്ലാം പോയിക്കോ, പക്ഷെ വെടിവെക്കരുത്. മനസ്സിലായോ? അതാ അങ്ങനെ അന്ന്. എന്നാൽ ഇപ്പൊ കുട്ടികൾക്ക് UP സ്കൂളിലെ കുട്ടികൾ പ്രപ്പോസ് ചെയ്യാ. കാരണം എന്താ? എത്രയാ തേങ്ങ, എത്രയാ വെളിച്ചെണ്ണ, എത്രയാ പാമോയിൽ, കൊഴുപ്പ്, ഹോർമോൺ എത്രയാ മീൻ ഇറച്ചി തിന്ന് പിള്ളേര്. നമ്മക്കെല്ലാം അന്ന് ആരെങ്കിലും ഒന്ന് വിരുന്ന് വന്നാൽ ഒരു കോയിനെ പിടിച്ച് ശരിയാക്കിയിട്ട് ഒരു ചിക്കൻ കറി കിട്ടുക അല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, ഇപ്പോ നമ്മക്കെല്ലാം പല പേരുണ്ടെങ്കിൽ മരിച്ച ഒറ്റ പേരേ ഉള്ളൂ ശവം അല്ലേ? മയ്യത്ത്. കോഴീൻ്റെ ഭാഗ്യം നോക്കിയാട്ടെ, മരിക്കുന്നവരെ കോഴീന്നേ പേരുള്ളൂ, മരിച്ച 28 പേരുണ്ട് കോഴിക്ക്. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ച്, ഇതെല്ലാം പിള്ളേർ തിന്നോട്ടപ്പാ. സായിപ്പന്മാരാണ് ഏറ്റവും കൂടുതൽ ഇറച്ചി തിന്നുക. പക്ഷേ സായിപ്പന്മാര് ഇറച്ചി തിന്നുമ്പോൾ ഒരു കഷ്ണം ഇറച്ചീൻ്റെ ഒന്നിച്ച് 2 കഷ്ണം പച്ചക്കറിയും കൂട്ടിയിട്ടാ തിന്നു. എന്നാൽ നമ്മളെ കുട്ടിക്ക് പച്ചക്കറി വളമ്പി നോക്ക്. കണിശൻ്റെ അടുത്ത് പോയാൽ ഭാര്യ വെച്ചിട്ട് കബഡി നിരത്തും പോലെ മുരിങ്ങക്കായി അങ്ങോട്ട്, വെണ്ടക്ക അങ്ങോട്ട്, ക്യാരറ്റ് അങ്ങോട്ട്, എല്ലാം ഇലേൻ്റെ സൈഡിലാക്കിയിട്ട് ചാറ് മാത്രം കൂട്ടി തിന്നു. എന്നിട്ട് വിളമ്പുന്ന ആളോട് സ്വകാര്യം ചോദിക്കും, പീസ് ഉണ്ടാവാറേന്ന്. പീസ്, ഇറച്ചീൻ്റെ പീസ്. ഇത് തിന്ന് കുട്ടികളെ പിടിച്ചാൽ കിട്ടാണ്ടായി. ഇവന്റെ ഉള്ളിൽ മല്ലികാബാണൻ തൻ്റെ വില്ലെടുക്കും, മന്ദാരമലർ കൊണ്ടു ശരം തൊടുക്കുമ്പോ ഇവന്റെ ശരീരം മുന്നോട്ട് കുതിക്കും. ഏടുന്നെങ്കിൽ ഒരു പെണ്ണ് ചിരിച്ചു കാണിച്ചാൽ, ഒരു ചെക്കൻ ചിരിച്ചു കാണിച്ചാൽ, ഒരു ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി. 2 ആഴ്ച ഓർക്കുണ്ടാവില്ല. പോയി ആമ പോയി. പോകുമ്പോ മുയലോ
മനസ്സാകുന്ന മുയൽ പോറ്റി വലുതാക്കി അച്ഛനെയും അമ്മേനെയും കരയിച്ചിട്ട് പോകാൻ പാടുണ്ടോ മോളെ എന്ന് പറയേണ്ട മനസ്സാകുന്ന മുയൽ കിടന്നുറങ്ങി. നിന്റെ അച്ഛനമ്മമാരുടെ കണ്ണീർ പുഴയിലല്ല നിന്റെ പ്രണയത്തിന്റെ തോണി ഇറക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം അവന്റെ ശരീരമാണ് അവനെ നിയന്ത്രിക്കുന്നത്. മനസ്സിലായോ? മനസ്സാകുന്ന മുയൽ ഉറങ്ങി, ശരീരമാകുന്ന ആമ പോയി. ഒരു കൊല്ലം കഴിയുമ്പോൾ ട്രോഫിയും വാങ്ങിയിട്ട് ആമ വരൂ. ഒരു ട്രോഫി എടുത്ത് വരൂല്ലേ? അത് വ്യാപകമാവുകയാണ്. ഇതിന്റെ കാരണം മനസ്സിലായോ? അവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം വീട്ടിൽ. എന്താണ് ഈ കമ്മ്യൂണിക്കേഷന്റെ ഗുണം? ആ കമ്മ്യൂണിക്കേഷനിലൂടെ സോഫ്റ്റനാക്കിയാൽ നിങ്ങളുടെ കുട്ടികൾ ജീവിതത്തിന്റെ ലഹരി പഠിക്കും. ആ ലഹരി പഠിക്കാൻ ഇടയാക്കാൻ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാക്കാനുള്ളൊരു സൂത്രം ഞാൻ പറഞ്ഞുതരാം. ചപ്പാത്തി ഇഡലിയെല്ലാം സോഫ്റ്റനാക്കാൻ പല സൂത്രവും യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും. ബന്ധങ്ങൾ സോഫ്റ്റനാക്കണം. നിങ്ങളുടെ വീടിന്റെ വ്യാകരണം അടിച്ചു പൊളിക്കും. നിങ്ങളുടെ സോഫ്റ്റനാവാൻ സോഫ്റ്റിന്റെ സ്പെല്ലിങ് പറയാ SOFTEN, സോഫ്റ്റൻ. ഓരോ അക്ഷരത്തിനും ഓരോ വാക്യം പറഞ്ഞു വരാം. മറന്നുകൊണ്ട് ഓർമ്മിച്ച് നോക്കണം. എന്ന് പറഞ്ഞാൽ സ്മൈൽ എന്നാണ്, പുഞ്ചിരിക്കണം എന്നതാണ്. അതിനൊരു പ്രയാസമില്ലല്ലോ. പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനാ. പക്ഷിമൃഗാദികൾ പുഞ്ചിരിക്കാറില്ല. രാവിലെ മക്കളെ എങ്ങനെയാണ് നിങ്ങൾക്ക് നോക്കല്? പിലാമെന്ന് വീണ പഞ്ചക്കവൽ എങ്ങനെ ആക്കിയിട്ടല്ലേ മോന്തയെ കൊണ്ട് വരിക രാവിലെ? ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടാ മോനെ എങ്ങനെയുണ്ടാടാ, ഉറങ്ങീനാ, എണീക്കടാ എന്ന അട്ടഹാസല്ല, എണീക്കടാ. അതാ പുഞ്ചിരിക്കുക. പ്രസാദം വദനത്തിങ്കൽ, കാരുണ്യം ദർശനത്തിലും, മാധുര്യം വാക്കിലും ചേർക്കുക. വീട് പുഞ്ചിരിക്കണം. വീടിന്റെ ചുണ്ടാണല്ലോ മുന്നിലത്തെ വാതില്. രാവിലെ എണീറ്റ് ആദ്യത്തെ പണി എന്താ? വാതിൽ ഓർക്കലല്ലേ. ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സദസ്സിൽ ചോദിച്ചിട്ട് ഒരുത്തൻ എണീറ്റ് എന്ന് പറഞ്ഞു, രാവിലെ എണീറ്റ് ആദ്യത്തെ പണി ലുങ്കി തപ്പലാണ്. അപ്പോ വാതിൽ തുറക്ക്. വാതിൽ തുറന്നിട്ട് ഈ പ്രഭാതത്തെ കാണ്. പ്രഭാതം 300 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് കൊച്ചിൻ ബെനാലയിൽ ആർട്ട് ഇൻസ്റ്റലേഷൻ നടത്തിയത്. എന്നാൽ 3000 കോടി ചെലവഴിച്ചാൽ ഉണ്ടാക്കാൻ പറ്റാത്ത സൗന്ദര്യമാണ് എല്ലാ ദിവസവും നിങ്ങളുടെ വീടിന്റെ മുന്നിൽ പ്രകൃതി ഒരുക്കി തരുന്ന പ്രഭാതം. എന്തൊരു സൗന്ദര്യമാണത്! അതിനെ കുട്ടികളെ കാണിക്കലുണ്ടോ? ശ്രീകുമാരൻ തമ്പിക്ക് മമ്മിയൂർ ഭാഗവത ഹംസം അവാർഡ് 1,00,000 രൂപയുടെ അവാർഡും ഒരു 1.5 ആൾ പൊക്കത്തിലുള്ള പ്രശസ്തി ഒരു ഫലകവും ശിലാഫലകവും അടങ്ങുന്ന ഒരു അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങ് ആലപ്പുഴ നടന്നു. ആ ചടങ്ങിൽ ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടുകളിലെ ദാർശനിക സൗന്ദര്യം എന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എന്നെ വിളിച്ചിരുന്നു. അവാർഡ് കൊടുക്കുന്ന രമേശ് ചെന്നിത്തല 2 മണിക്കൂർ വൈകിട്ടാണ് വന്നത്. അതുവരെ ഞാൻ പ്രസംഗിച്ചു. ശ്രീകുമാരൻ തമ്പി സദസ്സിൽ ഇരിക്കുമ്പോൾ ഞാൻ പ്രസംഗിച്ചത് അദ്ദേഹത്തിന്റെ പാട്ടുകളെ പറ്റി. ഞാൻ തുടങ്ങിയത് അദ്ദേഹത്തിന്റെ ഒരു പാട്ടിനെ പറഞ്ഞുകൊണ്ടാണ്. പ്രഭാതം വിടരും, പ്രദോഷം വിടരും, പ്രതീചി രണ്ടും കണ്ടു നിൽക്കും. ഉദയമില്ലാതില്ല അസ്തമനം, ഉണരൂ മനസ്സേ ഉണരൂ. മനസ്സിനെ ഉണർത്താൻ വാതിൽ തുറന്നിട്ട് പ്രഭാതത്തെ കാണിക്കൂ. മുറ്റത്ത് വിരിഞ്ഞ പൂക്കളെയും പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെയും കാണിക്കൂ. രാവിലെ തന്നെ ഇസ്രായേലിലെ പട്ടാളക്കാർ രാവിലെ 3 മിസൈലിന് തീ കൊടുത്തിട്ട് മാത്രമേ പല്ലുവരെ തേക്കൂ. അതുപോലെ നിങ്ങളും രാവിലെ എണീറ്റ് ടിക്ക് 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 3 തീ കൊടുക്കൽ വേണ്ട. ഗ്യാസിന്റെ 3 അടുപ്പ് കത്തിക്കലല്ലേ രാവിലത്തെ പണി. അത് പിന്നെ ചെയ്യാ. നിങ്ങൾ നേരെ മുറ്റത്ത് 10 മിനിറ്റ് നേരം കുട്ടികളോടൊത്ത് ചെലവഴിക്കൂ. ആ പ്രഭാതത്തിൽ പ്രകൃതിയോടൊത്ത് വരാന്തയിലും മുറ്റത്തും നടക്കൂ. കുട്ടികളോടൊത്ത് അവന്റെ മനസ്സിനൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യൂ. ജീവിതത്തിന്റെ ലഹരിയിലേക്ക്, ആർദ്രതയിലേക്ക്, നനവിലേക്ക് അവൻ പോകട്ടെ. അവിടെയാണ് തീർത്ഥാടനം ഉണ്ടാവുന്നത്. പ്രഭാതത്തിന് നനവുണ്ടാവില്ലേ? അല്ലേ? പുൽക്കൊടിത്തുമ്മിന്റെ മൂർദാവിലെ മഞ്ഞുതുള്ളിയിൽ സൂര്യകിരണങ്ങൾ തട്ടുമ്പോൾ ആ മഞ്ഞുതുള്ളികൾ ചുവന്നു വരുന്നത് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ കുട്ടികളെ? അവിടെ ദൈവത്തെ കാട്ടിക്കൊടുക്കൂ. ദൈവത്തെ കാട്ടിക്കൊടുക്കൂ. ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാര ബിന്ദുവിൻ വദനം ചുവന്നു, പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു. ഒരു പാട്ടുപാടണ്ടേ? അതുകൊണ്ട് സ്മൈൽ. വീടും പുഞ്ചിരിക്കണം, നിങ്ങളും പുഞ്ചിരിക്കണം. മനസ്സിലായോ? രാവിലെ പുഞ്ചിരിക്കുക, പറ്റുമ്പോഴൊക്കെ പുഞ്ചിരിക്കുക.
ചിരിക്കണം. ഞാനിപ്പോൾ 3-4 തമാശ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി, 3 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. ആരാന്ന് ഞാൻ പറഞ്ഞില്ല. ചിരിക്കൂല്ലടാ ഞാൻ എന്ന് പറഞ്ഞു മസിൽ പിടിച്ച് നിൽക്കുന്ന അവർ നാളെ തന്നെ മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഒന്ന് ECG എടുത്ത് നോക്കുന്ന ആളാ. ബ്ലോക്കായിരിക്കും. നമ്മുടെ ബ്ലോക്ക് തീരുന്നത് ചിരിച്ചും കരഞ്ഞിട്ടും. ആ പെണ്ണുങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് കുറയാൻ കാരണം ചിരിക്കാനും കരയാനുള്ള ഒരു ചാൻസും അവർ കളിയൂല, അല്ലേ? എൻ്റെ നാട്ടിലല്ല ഒരു മരിച്ച വീട്ടിൽ 5 ട്രിപ്പെല്ലാം കരയും പെണ്ണുങ്ങൾ. മരിച്ച പാടൊന്ന് കരഞ്ഞ് കട്ടൻ ചായ കുടിച്ചിരിക്കുമ്പോൾ അഞ്ഞെത്തി വന്ന് ഓള് കരയുമ്പോൾ ഒന്നിച്ച് കരഞ്ഞു കൊടുക്കണ്ടേ കുറച്ചു നേരം. അത് കഴിഞ്ഞിട്ട് ആങ്ങളെ വരുമ്പോൾ ഓനെ കാണുമ്പോൾ ഒന്ന് കരഞ്ഞ്, കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരു കരച്ചിൽ, കുയിലേക്ക് എടുക്കുമ്പോൾ ഒരു കരച്ചിൽ. സങ്കടം ആണുങ്ങൾക്കും സങ്കടമെല്ലാം വരും. പക്ഷെ സങ്കടം പ്രകടിപ്പിക്കാൻ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ, കണ്ണിന്ന് വെള്ളം ഒലിപ്പിക്കുക. പക്ഷെ കണ്ണിനും മൂക്കിനും കൂടി ഒറ്റ ഗേറ്റേ ഉള്ളൂ. കണ്ണിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ മൂക്കിലിട്ട വെള്ളം ചാടും. അന്നേരം വലിച്ച് കയറ്റുമ്പോൾ പഞ്ചായത്ത് മെമ്പറത്തിനടാ കരയെന്ന് വിചാരിച്ചിട്ട് ഡീസന്റ് പോയി പോകുന്നതിന് ആണുങ്ങൾ എന്ത് ചെയ്യും? കരച്ചിൽ വന്നാൽ കരയാണ്ട് വിഴുങ്ങും, നെഞ്ചു കെട്ടി ചത്തുപോകും. ചിരിക്കൂ, മനസ്സിലായോ? അതാ ഓപ്പൺ ഹേഡ്. രണ്ടാമത്തത് ഹൃദയം തുറക്കൂ. യെസ്. രണ്ടാമത്തെ ഓ അല്ലേ? ഓപ്പൺ ഹേഡ്, ഹൃദയം തുറന്ന് വർത്തമാനം പറയണം. എപ്പോ? അച്ഛനും അമ്മയും മക്കളും എല്ലാം വീട്ടിലെത്തുന്ന സമയത്ത് ടിവിയും മൊബൈലും ഫോണും പൂട്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ വട്ടത്തിലിരുന്ന് വർത്താനം പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാ പ്രഷറും ഷുഗറും എല്ലാം തീരും. ഒന്ന് വട്ടത്തിലിരുന്ന് വർത്താനം പറ. മൊബൈൽ ഫോൺ കയ്യിൽ വെച്ചാൽ അതിലേ നോക്കൂ, മുഖത്ത് നോക്കൂല. ഓപ്പൺ ഹേഡ്. മൂന്നാമത്തെ F, ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയൂ. മക്കളോടും ഭാര്യയോടെല്ലാം ഇവിടെ പല വീട്ടിലെ ഗൃഹനാഥന്മാരുടെ അഹന്തയാ. ഞാനാണ് ഈ വീടിന്റെ മോലാളി, ഞാനാണ് ദിവസം അരി വാങ്ങുന്നത്, അതുകൊണ്ട് ഞാൻ ചായ ചോറ്. പല ആണുങ്ങളില്ലേ പൽവാൽ ദേവൻ, ഭാര്യയും മക്കളും കട്ടപ്പ അടിമ. എന്ത് വൃത്തികേടാണ്! ആരോടാ ഈ അഹന്ത കാണിക്കുന്നത്? നമ്മൾ ഭാര്യയും മക്കളും ഒന്നിച്ച് ചിരിച്ച് കളിച്ച് ജീവിക്കുന്ന വീടിന്റെ ഒരു സ്വപ്നങ്ങളലങ്കരിക്കും നമ്മുടെ വീട് കണ്ട്. അങ്ങനെ ആവും. അല്ലാതെ ഇങ്ങനെ കാണിച്ചിട്ട് എന്താന്ന്? പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോളെ കുട്ടി വീട്ടിൽ വന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറയാ, ഞാൻ പ്രസിഡന്റാ, കുനിയൂല, വാ മോളെ. എടുക്കാൻ പറ്റുമോ? നമ്മൾ കുട്ടിയിലേക്ക് താണാലേ കുട്ടി നമ്മളിലേക്ക് ഉയരൂ. ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയണം. മനസ്സിലായോ? അതാണ് നമ്മൾ താഴ്. ടച്ച്, തൊടണം മക്കളെ. വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കിൻഡർ ജോയും അൽഫാമും ഡയറി മിൽക്കും കൊണ്ട കൊടുക്കല അല്ല. വത്സം എന്ന് പറഞ്ഞാൽ നെഞ്ചെന്നാ. വാത്സല്യം എന്ന് പറഞ്ഞാൽ നെഞ്ചോട് ചേർത്ത് പിടിക്കണം, ത്വക്കിൽ സ്പർശിക്കണം. അത് കുട്ടികളുടേതായാലും മുതിർന്ന പ്രായമുള്ള മനുഷ്യർക്ക് ഭക്ഷണവും മരുന്നും വസ്ത്രവും കൊണ്ട കൊടുത്താൽ പോരാ, അവരെ ഒന്ന് തൊടണം, അവരെ പുറത്തൊന്ന് മാന്തി കൊടുക്കണം. പുറം കണ്ടുപിടിച്ച് തന്നെ ചോദിക്കാനാ. വേറെ ഒരു ഉപകാരമില്ലേ അപ്പോൾ പുറത്തുകൊണ്ട് അവിടെ ഒന്ന് മാന്തി. എൻ്റെ നാട്ടിലുണ്ട് ഒരു നാരായണൻ, അവൻ്റെ അച്ഛനെ എപ്പോഴും പുറത്ത് ഉണൽ മാന്തി പൊട്ടിച്ചു കൊടുക്കും. അതിൻ്റെ സുഖമായിരിക്കും അല്ലേ? ഈ ചൂടൂര് പൊന്തി മാന്തി പൊട്ടിച്ചു കൊടുത്താൽ 5 സെന്റ് എഴുതി കൊടുക്കും അയാൾ. ഒരു ഉണൽ മാന്തി പൊട്ടിച്ച് കേട്ടാ. ഇങ്ങനെ സ്ഥലം മുഴുവൻ ഇവൻ ഒറ്റക്ക് കൈവശാക്കി ഇത് മാന്തി കൊടുത്തിട്ട്. അതിൻ്റെ ഒരു സുഖം പറഞ്ഞ ഈ ത്വക്കിലാണല്ലോ വികാരങ്ങളുടെ വിസ്ഫോടനം. നമുക്ക് വല്ലാത്ത അനുഭൂതിയും സന്തോഷം ഉണ്ടായാൽ നമ്മുടെ രോമകൂപങ്ങളെല്ലാം ഈ കിഴങ്ങിന്റെ കുതിരി കൂട്ടി പോലെ പൊന്തി വരൂലേ? അതിനല്ലേ രോമാഞ്ചം എന്ന് പറയാ. ഇനി രോമം ഇല്ലാത്തവർക്ക് തോലാഞ്ചവും ഉണ്ടാവൂ ഇല്ലേ? അതാ ആ ത്വക്കിൽ സ്പർശിക്കൂ. ടച്ച് വേണം. അത് ഭാര്യയും ഭർത്താവും ടച്ച് വേണേ. ഇരുട്ടത്ത് പോരാ, വെളിച്ചത്തിൽ അടുത്തിരുന്നിട്ട് ഭാര്യയും ഭർത്താവും പരസ്പര ബഹുമാനത്തോടെ വർത്തമാനം പറയും. മരണം വരെ പ്രേമിക്ക്. പ്രേമം എന്ന് പറഞ്ഞാൽ കല്യാണം വരെയുള്ള പരിപാടിയല്ല. കല്യാണം വരെ നോക്കണ്ട. വാട്സപ്പിൽ ഐ ലവ് യു 100 പ്രാവശ്യം അയക്കൂ. കല്യാണം കഴിഞ്ഞാൽ ഒരു തവണ ഐ ലവ് യു പറഞ്ഞിനാ, ഐ ലൈക്ക് യു എന്ന് പറഞ്ഞിനാ. എന്താ പറയാത്ത? കുന്നംകുളത്ത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ മറുപടി കിട്ടി. എന്താ ഒരു LICക്ക് ക്ലാസ് എടുക്കുക. അന്നേരം പറഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ എന്താ ഐ ലവ് യു പറയാത്തെന്ന് ചോദിച്ചപ്പോൾ ഒരുത്തൻ എണീറ്റ് എന്ന് പറയാം. എന്താ പറയാത്തതെന്നറിയോ? എന്താ, ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലപ്പാന്ന്. അതാ. അപ്പൊ അതുകൊണ്ട് തൊടണം, ടച്ച്. അടുത്തത് ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി വർത്തമാനം പറയണം. കണ്ണാണല്ലോ നമ്മുടെ, അല്ലേ? ഞാനിപ്പോ നാളെ ഷാർജയിലേക്ക് പോവാ. വിമാനം എന്താവോ എന്നറിയില്ല. ഇന്നാന്ന് വിചാരിച്ച് ഞാൻ ഇവരോട് പറഞ്ഞു ഞാൻ നേരത്തെ പോകണം, നാളെയാണ് ഞാൻ. അപ്പൊ അവിടെ വിമാനത്താവളത്തിൽ ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന്റെ ഫോട്ടോ എടുക്കുക. കണ്ണാണ്. അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ്. എത്ര പേരുണ്ടായിരുന്നു പണ്ട്? അംബുജാക്ഷി, കമലാക്ഷി, പങ്കജാക്ഷി, മീനാക്ഷി, വിശാലാക്ഷി, അല്ലേ? നല്ല വിശാലമായ കണ്ണുള്ളവൾ സുന്ദരിയാ.
പെണ്ണുങ്ങൾക്ക് വലിയ കണ്ണാ സൗന്ദര്യം, അതുകൊണ്ട് പെണ്ണുങ്ങളെ വിളിക്കും വിശാലാക്ഷി. നേരെ തിരിച്ചിട്ട് ആണുങ്ങൾക്ക് ചെറിയ കണ്ണാ സൗന്ദര്യം, അതുകൊണ്ട് വിശാലാക്ഷി എന്ന് പെണ്ണുങ്ങളെ വിളിക്കുമ്പോൾ ആണുങ്ങൾക്ക് പേരിട്ടത് കുഞ്ഞിക്കണ്ണൻ. കുഞ്ഞിക്കണ്ണൻ. കണ്ണിൽ നോക്കൂ. അടുത്തത് എൻ നോഡിങ്. നിങ്ങളുടെ വീട്ടിന്റെ ജനാധിപത്യത്തിന്റെ ശരീരഭാഷ. തലകുലുക്കൂ. പറയുന്നത് സമ്മതിച്ചു കൊടുക്കൂ. ഞാൻ പറയുന്ന മാത്രം ശരി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ മാത്രം ശരി. ഇതിന്റെ കാരണം നമ്മൾ വീട്ടില് വട്ടത്തിൽ ഇരുന്ന് വർത്തമാനം പറയുമ്പോ അതാരാ റോഡ് മല പോകുന്ന? ഗോപാലാട്ടന, മഹാവൃത്തികെട്ടവനാ. പിന്നെ ആരാ? ബഷീർ അയിലും പോക്കാ. പഞ്ചായത്ത് മെമ്പർ ഒരു ചുക്കിന് കൊള്ളൂല. പഞ്ചായത്ത് പ്രസിഡന്റ് മഹാബദ്ധോ, MLA മഹാബദ്ധോ, മന്ത്രിമാരെല്ലാം ഭക്ഷണന്മാര്, മുഖ്യമന്ത്രി ഭീകരൻ, എല്ലാവരും മോശ. ഒരാളെ ഉള്ളു ലോകത്ത് നല്ലേ. അതാരാ? ഞാൻ മാത്രം. ഇതുകൊണ്ടാണ് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന മനോഭാവം കുട്ടികളിൽ ഉണ്ടാവുന്നു. ഈ മനോഭാവം കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ 6 ശരിയും അതിൻ്റെ പേരിലുള്ള തെറ്റും ഉണ്ടാകുന്നത്. മനസ്സിലായോ? 6 ശരി എന്താ? ഞാൻ മാത്രം ശരി, എൻ്റെ മതം മാത്രം, എൻ്റെ ദൈവം മാത്രം ശരി, എൻ്റെ ജാതി മാത്രം ശരി, എൻ്റെ പാർട്ടി മാത്രം ശരി, എൻ്റെ രാജ്യം മാത്രം ശരി. അതുകൊണ്ട് പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. പൂന്തോട്ടങ്ങളുമുണ്ട്. ആ പൂന്തോട്ടങ്ങളെ കാട്ടിക്കൊടുക്കും. പൂന്തോട്ടങ്ങളെ കാട്ടിക്കൊടുക്കും. അതുകൊണ്ട് സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്. തലകുലിക്ക് സമ്മതിക്കും. സോഫ്റ്റനായോ? ആശയവിനിമയം. 3-ാമത്തത് അധ്വാനം. പണിയെടുക്കണം. കാട്ടാളൻ മനുഷ്യനായതിൻ്റെ കഥയാണ് പറയുന്നത്. പണിയെടുക്കണം, അധ്വാനിക്കണം. 4-ാമത്തത് പങ്കുവെക്കണം. കൊടുക്കുകയും വാങ്ങുകയും ചെയ്യണം. പങ്കുവെക്കണം. 5-ാമത്തത് സൂക്ഷിച്ചു വെക്കണം. നശിപ്പിക്കരുത്. ധൂർത്ത് പറ്റില്ല. അടുത്ത തലമുറക്ക് കൂടി അവകാശപ്പെട്ടതാണ് നമ്മുടെ അധ്വാനത്തിന്റെ ഫലം. എനിക്ക് മാത്രം തിന്നാൻ ഞാൻ അധ്വാനിക്കുന്നു. തേന തെക്തേന ഭുഞ്ചീത, നീ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക. ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നു. അള്ളാഹുവിന്റെ പടപ്പുകളോട് കരുണ കാണിക്കൂ, എന്നാലേ നിന്നെ അള്ളാഹുവിന്റെ കരുണയ്ക്ക് പാത്രമാവൂ. അതാണ്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കൂ. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞത്. എല്ലാ മതങ്ങളും പറയുന്നത് സ്നേഹിക്കണം, കൊടുക്കണം, സൂക്ഷിച്ചു വെക്കണം, ദൂർത്തടിക്കരുത്. ഈ 5 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരായി. എന്താ 5 ഘടകം? 1 ചിന്ത, 2 ആശയവിനിമയം, 3 അധ്വാനം, 4 പങ്കുവെക്കൽ, 5 സൂക്ഷിച്ചു വെക്കൽ. മനസ്സിലായോ? ഇത്തരത്തിൽ ആശയങ്ങളെ സൂക്ഷിച്ചു വെക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യനാവുന്നത്. പുസ്തകം ഉണ്ടാവുന്നു. ഇനി ഞാൻ ഒറ്റ പോയിന്റ് പറഞ്ഞ് എൻ്റെ പ്രസംഗം അവസാനം. വായനയുടെ രസതന്ത്രം അറിയണം. വായിക്കുന്നത് ഒരുപാട് പുസ്തകങ്ങൾ നന്നായി വായിക്കുന്നുണ്ട് കേട്ടോ ആളുകൾ. പക്ഷെ വെറുതെ വായിച്ചിട്ട് എന്തിനാ വായിക്കുന്ന? ചില ആൾ സമയം കൂടെ, ചില ആൾ രസത്തിന്, അല്ലേ? ചില ആളുകൾ പരീക്ഷ എഴുതാൻ, ജോലി കിട്ടാൻ. ഇതൊന്നും അല്ല വായിക്കുന്നത്. വായന എന്ന് പറയുന്നത് നമ്മൾ പ്ലസ് ആവാൻ, മനുഷ്യന്റെ ജന്മത്തിന്റെ ദൗത്യം പൂർത്തീകരിക്കലാണ് വായന. നമുക്ക് ഓരോ നിമിഷവും നമ്മുടെ മനസ്സ് വളർന്നുകൊണ്ടിരിക്കണം. മനസ്സ് വളരണം. കൊട്ടിയൂർ പോയിട്ടുണ്ട് നിങ്ങളാരും? പോയിട്ടുണ്ടോ? കൊട്ടിയൂർ പോവുക എങ്ങനെയാ? ഇവിടുന്ന് കോഴിക്കോട് പോയിട്ട് അവിടുന്ന് ബസ് കയറിയിട്ട്, അല്ലേ, ഏലത്തൂർ പോയി, വെസ്റ്റ് ഹില്ല്, ഏലത്തൂർ, അത് കഴിഞ്ഞിട്ട് കൊയിലാണ്ടി കഴിഞ്ഞാൽ പയ്യോളി, അത് കഴിഞ്ഞ് വടകര കഴിഞ്ഞാൽ പിന്നെ കൈനാട്ടി കഴിഞ്ഞാൽ മടപ്പള്ളി, മുക്കാളി, അല്ലേ? വടകരെ പോയിട്ട് സ്വർണവും വാങ്ങി വരുമ്പോൾ മുക്കാളി എന്നൊരു സംശയം എന്ന് പറഞ്ഞു. വടകരെ പോയിട്ട് സ്വർണവും വാങ്ങി വരുമ്പോൾ മുക്കാളി എന്നൊരു സംശയം. എന്താ സംശയം? ഈ സ്വർണം മുക്കാളിന്ന്, ഈ സ്വർണം മുക്കാളിന്ന്. മനസ്സിലായോ? മുക്കാളി കഴിഞ്ഞാൽ പിന്നെ അഴിയൂര് കഴിഞ്ഞാൽ പിന്നെ മാഹി കഴിഞ്ഞാൽ തലായി കഴിഞ്ഞിട്ട് സൈതാർ വള്ളിയെ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലൂടെ പുതിയ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ആടുന്ന് ബസ് കയറിയാൽ പിന്നെ നേരെ ചോനാടം, അത് കഴിഞ്ഞ് കതിരൂര്, 6-ാം മൈല്, പൂക്കോട്, കൂത്തുപറമ്പ് കഴിഞ്ഞ് തൊക്കിലങ്ങാടി നിന്ന് വലത്തോട്ട് തെറ്റിയാൽ പിന്നെ കൈതേരി, മാനന്തേരി, ചിറ്റാരിപ്പറമ്പ്, എൻ്റെ നാട്. അവിടെ എത്തി കണ്ണവം പാലവും കടന്നിട്ട് കോളയാട് പോയി, കോളയാട് കഴിഞ്ഞ് നെടുമ്പോയിൽ നിടത്തോട്ട് കയറിയിട്ട് ബാരപ്പീടിയിൽ നിന്ന് വലത്തോട്ട് ഇറങ്ങിയ പെരുന്തോടിയിൽ നിടത്തോട്ട് തെറ്റിയാൽ കൊളക്കാട് പോയി, കൊളക്കാട് നിടത്തോട്ട് തെറ്റിയാൽ നേരെ മഞ്ഞളാമ്പറമ്പത്ത് ആടുന്ന് വലത്തോട്ട് തെറ്റിയാൽ നേരെ കേളകം പോകും. കേളകം കഴിഞ്ഞാൽ പിന്നെ ചുങ്കക്കുന്ന് കഴിഞ്ഞാൽ പാമ്പറപ്പാൻ നീണ്ടു നോക്കി. അത് കഴിഞ്ഞിട്ട് കൊട്ടിയൂര് അമ്പലം, ഇക്കരെ കൊട്ടിയൂരെത്തി. അവിടെ ഇറങ്ങിയിട്ട് പാലവും കിടന്ന് അപ്പുറം പോയി നേരെ വെള്ളത്തിൽ മുങ്ങി
വെള്ളത്തിൽ മുങ്ങി എന്നിട്ടൊരു ചെറിയ കല്ലെടുത്തിട്ട് വലിയ കല്ലുമ്മൽ വരച്ച് അതിൻ്റെ ചാന്തെടുത്ത് നെറ്റിക്ക് തൊട്ട് നേരെ പോയിട്ട് തിരുവഞ്ചിറയിൽ വെള്ളത്തിലൂടെ ചുറ്റി അമ്മാർക്കൽ തറയമൽ നേർച്ചയും കൊടുത്ത് തിരിച്ചിപ്പുറം വന്നിട്ട് 3 പ്രാവശ്യം ചുറ്റിക്കഴിഞ്ഞാൽ മണിത്തറേൻ്റെ ആ കുയ്യിൻ്റെ നടുക്കുള്ള ഭഗവാനെ തൊഴുതിട്ട് അഷ്ടബന്ധവും ചന്ദനം എല്ലാം വാങ്ങി തിരിച്ച് വയ്യോട്ട് നടന്നിട്ട് വീണ്ടും അവിടെ വന്ന് ബസ് കയറി നേരെ ഇവിടെ എത്തി. ചേടാ, ഈ ചെറിയ തലേൻ്റെ ഉള്ളിൽ കൊട്ടിയൂര് വരെ വലുതായില്ലേ? ഇപ്പോൾ വലുതായില്ലേ? കൊട്ടിയൂര് പോയിട്ട് ഇപ്പൊ തിരിച്ചു വന്നില്ല. എല്ലാവരും ഇത്ര വേഗത്തിൽ വിമാനത്തിൽ പോയിട്ട് വരാനാവാ. ഇതാ മനുഷ്യന്റെ മനസ്സ്. മനസ്സിലായോ? മാനസ സഞ്ചരരേ. അതാ ആ മനസ്സ് വലുതാക്കാൻ എന്താണ്? അതിനാണ് വായന. മനസ്സിലായോ? വായനയുടെ 10 ഘട്ടങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം. 10 ഘട്ടങ്ങൾ ഞാൻ പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാമതും ഞാൻ ചോദിക്കൂ. അപ്പോ 10 ഘട്ടങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരണം. ഒന്നാമത്തെ ഘട്ടം വായിക്കാൻ തോന്നണമെന്നതാണ്. പുസ്തകം കിട്ടാഞ്ഞിട്ടല്ല, തോന്നാത്ത കൊണ്ടാ വായിക്കാത്തത്. എങ്ങനെയാ തോന്നുന്നത്? ഈ ശരീരത്തിന് ഭക്ഷണം കൊടുക്കുക എന്നല്ലാതെ അവന്റെ മനസ്സിന് വളർത്തുന്നില്ല. ഭക്ഷണത്തിന് ഇപ്പൊ വിശപ്പുണ്ടെങ്കിലേ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉള്ളൂ. പുതിയ പുതിയ തട്ടുകടകളിലേക്ക്, പുതിയ പുതിയ ഹോട്ടലുകളിലേക്ക് കുട്ടികൾ ഓടുക. ഈ ശരീരത്തെ മാത്രം പോറ്റിയിട്ട് ശരീരം പദാർത്ഥല്ലേ. പദാർത്ഥത്തിന് ആനന്ദം കിട്ടാൻ നഭുജ്യതേ വ്യാകരണം ക്ഷുത്താതുരൈ പിവാസിതോ കാവ്യരസോ നപീയതേ. മാഘന്റെ വരികളാണ്. വിശക്കുന്നവന് വ്യാകരണം വിശപ്പ് മാറ്റുന്നില്ല, ദാഹിക്കുന്നവന് കാവ്യരസം ദാഹം മാറ്റുന്നില്ല. അതുകൊണ്ട് ശരീരത്തിന് പദാർത്ഥം തന്നെ വേണം. പദാർത്ഥത്തിന് 3 അവസ്ഥയുണ്ട്: കരം, ദ്രാവകം, വാതകം. അപ്പൊ ഇവൻ ഭക്ഷണത്തിന് തേടി നൽകുന്നു. വിശപ്പില്ലാത്തതുകൊണ്ട് ഭക്ഷണത്തിന് ടേസ്റ്റില്ല. അപ്പൊ എളുപ്പത്തിൽ ആനന്ദം കിട്ടാൻ എന്താ മാർഗം? പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കണക്കുണ്ടായിരുന്നു: എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. എൻ്റെ അടുത്തിരിക്കുന്ന സൗമ്യാന്തരം എന്ന് പറഞ്ഞ ചെക്കൻ കോപ്പി അടിച്ചിട്ട് മാഷ് പിടിച്ചേരോ, മാഷോട് ഇവൻ പറഞ്ഞു, മാഷ ഇതാ ഏറ്റവും എളുപ്പ വഴിയെന്ന്. കോപ്പി അടിക്കല്. അതുപോലെ എളുപ്പ വഴിയിൽ ശരീരത്തിന് ആനന്ദം കിട്ടാൻ എന്താ മാർഗം? കരവും ദ്രാവകവും വാതകവും. ശരീരല്ലേ? കരവും ദ്രാവകവും വാതകവും. കരം MDMA, ദ്രാവകം മദ്യം, വാതകം കഞ്ചാവിന്റെ പുക. പിടികിട്ടിയോ? ലഹരിക്കടിമയാവുന്നതിന് മക്കളുടെ ശരീരത്തെ മാത്രം പോറ്റുന്ന അച്ഛനമ്മമാർ, ഉപ്പയുമ്മമാരാണ് ഉത്തരവാദി. നിങ്ങളൊരു കവിത ചൊല്ലൂല, ഒരു കഥ പറയൂല, ഒരു പാട്ടുപാടൂല. നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന വീടുകളാണ് ഈ കുട്ടികളെ ആനന്ദത്തിന് വേണ്ടിയിട്ട് ലഹരിയിലേക്ക് നയിക്കുന്നത്. നിങ്ങളുടെ വീട് രസകരമാകൂ, ആനന്ദതുന്തിലമാകൂ. അതുകൊണ്ട് തോന്നണം കുട്ടികൾക്ക്, വായിക്കണം, ആനന്ദം വേണമെന്ന് തോന്നലുണ്ടാക്കണം. അതാണ് പ്രധാനം. രണ്ടാമത് അന്വേഷണം. ലോകത്തിൽ കോടാനുകോടി പുസ്തകങ്ങളുണ്ട്. എല്ലാം എനിക്ക് വായിച്ചാൽ തീരുവോ ഒരായുസിൽ? എനിക്ക് വേണ്ടതും എനിക്ക് പറ്റിയതും എന്ത് പുസ്തകമാണ് കിട്ടുക എന്ന് അന്വേഷണം നടത്തണം. അതെവിടെ കിട്ടുമെന്ന് അന്വേഷിക്കണം. മൂന്നാമത്തത് വാങ്ങണം. പുസ്തകം വാങ്ങണം. എങ്ങനെ വാങ്ങണം? 3 വിധത്തിൽ വാങ്ങാം. ഒന്ന്, പൈസ കൊടുത്ത് വാങ്ങാം. കഴിഞ്ഞ വിഷുവിന് അല്ല പെരുന്നാളിന് ഒരു 5,000-10,000 ഉറുപ്പ്യൻ്റെ സാധനം വാങ്ങി വീട്ടിൽ വരുമ്പോ, വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുള്ള വീട്ടിൽ 10,000 ഉറുപ്പ്യൻ്റെ സാധനം വാങ്ങി വരുമ്പോൾ 100 ഉറുപ്പ്യൻ്റെ പുസ്തകം വാങ്ങി ആരും കൊണ്ട് ഇവിടെ ഒന്ന് കൈവയ്ക്കുക ഉണ്ടോ? നിങ്ങൾ തിന്നാൻ വാങ്ങിയ സാധനമില്ലേ, പിറ്റേന്ന് രാവിലെ ഫ്ലഷ് അമർത്തിയപ്പോ പാതാളത്ത് പോയി അല്ലേ? പടക്കം പൊട്ടിച്ചിട്ടും പോയി. എന്നാ പുസ്തകം അവിടെ കിടക്കൂലേ? പൈസ കൊടുത്ത് പുസ്തകം വാങ്ങണം. നമ്മുടെ ജീവിത ചെലവിന്റെ കൂട്ടത്തിൽ ഒരു നിശ്ചിത ശതമാനം പൈസ കൊടുത്ത് പുസ്തകം വാങ്ങാൻ ചെലവഴിക്കണം. രണ്ടാമത്തത് വാങ്ങാൻ, രണ്ടാമത്തെ മാർഗം സമ്മാനമായിട്ട് വാങ്ങാം. വായനശാലകളിൽ ഈ മരപ്പലയും കുപ്പിച്ചില്ലും സമ്മാനം കൊടുക്കുന്നത് നിർത്തുക, പുസ്തകങ്ങൾ കൊടുക്കുക. മൂന്നാമത്തത് വായ്പ വാങ്ങാം. ബാങ്കിൽ പോയിട്ട് വായ്പ വാങ്ങിയാൽ മുതലും പലിശയും തിരിച്ചടക്കണ്ടേ? എന്നാൽ മുതൽ മാത്രം തിരിച്ചടച്ച് പലിശ ഇങ്ങോട്ട് തരുന്നൊരു വായ്പയുണ്ട്. അറിയാവോ നിങ്ങൾക്ക്? അറിയാവോ? മുതലേ തിരിച്ചടക്കണ്ടു, പലിശയും പലിശക്ക് പലിശയെല്ലാം ഇങ്ങോട്ട് വരും. അതാ ആ സംഘത്തിന്റെ പേര് ഗ്രന്ഥശാല സംഘം എന്നാ. ഇവിടുന്ന് പുസ്തകം എടുത്താൽ പുസ്തകേ തിരിച്ചു കൊടുക്കണ്ടു, അതിൽ അറിവും അനുഭൂതിയും നമുക്ക് ഇങ്ങോട്ട് തരും. അതാണ് വായ്പ വാങ്ങുന്നത്. മനസ്സിലായോ? അപ്പൊ മൂന്നാമത്തത് വാങ്ങണം. വാങ്ങിക്കഴിഞ്ഞാൽ അടുത്തെന്താ? വായിക്കണമെന്നാ? അല്ല. പലരും വാങ്ങുന്നുണ്ട്, വീട്ടിൽ പുസ്തകമുണ്ട്, പക്ഷെ വായിച്ചിരിക്കും, എന്തായാലും വായിക്കുന്നതല്ല, പക്ഷെ വായിക്കൂല. എന്താ വായിക്കാത്തെന്നറിയോ? വായിക്കുന്നതിന്റെ ഇടയിൽ ഒരു പണിയുണ്ട്, തുറക്കണം. പുസ്തകം വാങ്ങിയാൽ അടുത്ത ഞായറാഴ്ച വായിക്കാം, അടുത്ത ജനുവരി 1 വായിക്കാം. മുഹൂർത്തം നിശ്ചയിക്കും, നടക്കൂല. കിട്ടിയ ഉടനെ തുറക്കുക, തുടങ്ങിക്കൊള്ളുക, നാളേക്ക് വെക്കരുത്. കിട്ടിയ ഉടനെ വായിക്കാൻ ആരംഭിക്കുക, തുറക്കണം. മനസ്സിലായില്ലേ? തുറക്കണം.
ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ അട്ടപ്പാടിയിലായിരുന്നു ഒരു വിഷയം. ഈ ഭൂമിയുടെ അവകാശി ആര് എന്ന ഒരു വിഷയത്തിൽ സെമിനാറിൽ വിഷയം അവതരിപ്പിക്കാൻ പോയി. ഞാൻ വീട്ടിലെത്തി രാവിലെ 3 മണിക്ക്, പൊല്ലുവാലെ 3 മണിക്ക് വന്നിട്ട് ഞാൻ രാവിലെ 5:30 എണീറ്റിട്ട് മാതൃഭൂമി വീക്കിലി ഇന്നലെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. MGS നാരായണൻ പതിപ്പാണ്. രാവിലെ 5:30 എണീറ്റ് ഞാനത് വായിക്കുന്ന കണ്ടിട്ട് എൻ്റെ ഭാര്യ വന്ന് ചോദിച്ചു, ഇങ്ങൾക്ക് വരാൻ തന്നെയാന്ന് 3 മണിക്കല്ല മനുഷ്യ നിങ്ങൾ വന്ന് കിടന്നുറങ്ങി? ഞാൻ പറഞ്ഞു, നാളെ തന്നെ MGSനെ നാളെ തന്നെ വായിക്കണം. ഞാൻ ഇന്നലെ തീരുമാനിച്ച വായിച്ചേ തീരൂ. അപ്പൊ വായിക്കണം, മനസ്സിലായോ? തുറന്ന് വായിക്കുക. അപ്പോ 5 തോന്നണം, അന്വേഷണം, വാങ്ങണം, തുറക്കണം, വായിക്കണം. പകുതിയായിട്ടുള്ളൂ. ഇനി 5 ബാക്കിയുണ്ട്. 6-മത്തത് വിചിന്തനം, ചിന്തിക്കണം. ഈ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ ഇങ്ങനെ കത്തിപ്പടരണം. 7-മത്തത് വിശകലനം. വായിച്ചു കഴിഞ്ഞാൽ അതിലെ കഥാപാത്രങ്ങളെപ്പറ്റി, കഥയെപ്പറ്റി, അതിൻ്റെ തത്വശാസ്ത്രത്തെപ്പറ്റി നമ്മൾ അറിയുന്ന മട്ടിലൊന്ന് വിശകലനം ചെയ്യണം. 8-മത്തത് സംസ്കരണം. പുസ്തകത്തിൽ ഉള്ളതെല്ലാം നമുക്ക് വേണ്ട, ആവശ്യമുള്ള എടുക്കുക, ആവശ്യമില്ലാത്ത ഒഴിവാക്കുക. അച്ചടിച്ച് വന്ന് എല്ലാം നല്ലൊന്നുമല്ല. വേണ്ടത് എടുക്കുക, വേണ്ടാത്ത ഒഴിവാക്കുക. മനസ്സിലായി? ശവസംസ്കാരം എന്താ? ബോഡി വേണ്ടല്ലോ, അത് ഒഴിവാക്കുക. പക്ഷെ അയാള് ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ സർട്ടിഫിക്കറ്റ് കുഴിയിൽ കൊണ്ടിടുവോ? പോസ്റ്റ്യത്തിനെയൊക്കെ കുഴിയിടുവോ? അത് ആവശ്യമുള്ള എടുത്ത് വേണ്ടാത്ത ഒഴിവാക്കലല്ലേ ശവസംസ്കാരം. പിടികിട്ടിയോ? അതുപോലെ സംസ്കരണം നടത്തണം. പുസ്തകത്തിലുള്ളത് വേണ്ട എടുക്കുക, വേണ്ടാത്ത ഒഴിവാക്കുക. 9-മത്തത് ഓർമ്മിക്കണം. പുസ്തകം വായിച്ചാൽ ആ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റണം. ജീവിതത്തിൽ പ്രസംഗിക്കുമ്പോൾ ഒന്നുമല്ല, ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ ആ കഥാപാത്രം എന്താ ചെയ്തു തന്നേരോ ആലോചിക്കണം, ഓർത്തെടുക്കണം. 10-മത്തത് പ്രതികരണം. പുസ്തകം വായിക്കുന്നതിന് മുമ്പുള്ള നിങ്ങളും വായിച്ചതിന് ശേഷമുള്ള നിങ്ങളിലും മാറ്റം ഉണ്ടാകും. വായിക്കുന്നതിന് മുമ്പുള്ള നിങ്ങളായിരിക്കരുത് നിങ്ങളുടെ ചിന്തയിലും സ്വഭാവത്തിലും വർത്തമാനത്തിലും പ്രവൃത്തിയിലെല്ലാം ഈ പുസ്തകത്തിന്റെ സ്വാധീനം ഉണ്ടാവണം. ജീവൻ ഡോണിന്റെ പണ്ട് പരസ്യം ഉണ്ടായിരുന്നു, ജീവൻ ഡോൺ കഴിക്കുന്നതിന് മുമ്പ്, കഴിച്ചതിന് ശേഷം. അതുപോലെ പുസ്തകം വായിക്കുന്നതിന് മുമ്പുള്ള നിങ്ങളും വായിച്ചതിന് ശേഷമുള്ള നിങ്ങളിലും മാറ്റം ഉണ്ടാകണം. അതാ പ്രതികരണം. ആ 10 ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊള്ളൂ. എന്തായിരിക്കും രസം എന്നറിയോ? ഏതാ 10 ഘട്ടം? ഒന്നും കൂടി നിങ്ങൾ പറയണം. അടുത്തത് 1 തോന്നണം, 2 അന്വേഷണം, 3 വാങ്ങണം, 4 തുറക്കണം, 5 വായിക്കണം, 6 വിചിന്തനം, 7 വിശകലനം, 8 സംസ്കരണം, 9 അത് ഓർമ്മയില്ല. ഓർമ്മിക്കണം, അത് ഓർമ്മയില്ല. ഓർമ്മിക്കണം. 10 പ്രതികരണം. ഈ 10-ൽ 9 എങ്കും പറഞ്ഞ് ഒരു സ്ഥലത്ത് നിന്ന് ഇവിടെ എന്നായി പറഞ്ഞിട്ട് വേറെ ഇടുന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അതാ, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല കരുത്തുണ്ട്. ഈ 10 ഘട്ടങ്ങളിലൂടെ കടന്നാലുണ്ടല്ലോ മനസ്സ് മധുരിപു ഭഗവാൻ മാനസമുരളിയെ ചുംബിച്ചുണർത്തുന്നൊരാനന്ദ ലഹരിയിൽ ആന്തോളനം. ആനന്ദത്തിൽ അങ്ങനെ ആന്തോളനം നടത്തും. ആ ഒരവസ്ഥയിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയണം. മനസ്സിലായോ? ആ വായനയുടെ വസന്തം വിടരണം. ഇവിടെ വരണം, തീർത്ഥയാത്ര നടത്തണം. കുട്ടികളെയും കൂട്ടിയിട്ട് ഇടക്ക് സമയമുള്ളപ്പോൾ ഒന്ന് ഇവിടെ വരിക, ഒന്ന് അകത്ത് കയറി ഇരുന്ന് കുറച്ച് വർത്താനം പറയുക. ലഹരിയെ നേരിടാൻ 1000 ജാഥകളും 1000 പ്രസംഗങ്ങളെക്കാൾ നല്ലത് നിങ്ങളുടെ കുടുംബത്തിൽ ജീവിതത്തിന്റെ, ആശയത്തിന്റെ, സൗന്ദര്യത്തിന്റെ ലഹരി എന്തെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുക. ലഹരി മുഴുവൻ പോലീസും എക്സൈസും വിജയിച്ച് തടയാൻ കഴിയില്ല. അത്രയും കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ സാധനം വിറ്റിട്ടുണ്ട്. മഴ വരുമ്പോ ആകാശത്ത് പന്തലിടാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ കുട്ടിക്ക് കുട ചൂടി കൊടുക്കാനല്ലേ പറ്റൂ. അതാണ് നമ്മുടെ കുട്ടിക്ക് ജീവിതത്തിന്റെ ലഹരിയുടെ കുട ചൂടി കൊടുക്കാൻ ഈ വായനശാല ഒരു പ്രകാശഗോപുരമാണ്. എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ എന്ന തിരിച്ചറിവുണ്ടാവാൻ വിളക്കുമരമേ വെളിച്ചമുണ്ടോ എന്നന്വേഷിച്ച് ഈ ഗുഡ് ലക്ക് ലൈബ്രറിയിൽ എല്ലാവരും വരിക. വായിക്കേണ്ടത് കുട്ടികൾ മാത്രമല്ല, മരണം വരെ വായിക്കുക.
മരണം വരെ വായിക്കുക. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെ അഭിനന്ദിക്കുന്നു. ഇത്ര നേരം 2 മണിക്കൂർ എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ഗുഡ് ലക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം. നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന് നന്ദി പറയുന്നതിന് വേണ്ടി ലൈബ്രറിയുടെ ജോയിന്റ് സെക്രട്ടറി സുദീപിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഇന്നത്തെ നമ്മുടെ യോഗത്തിൻ്റെ ഈ പരിപാടിയിലെ മുഖ്യ ആകർഷണം 2 മണിക്കൂർ നമ്മൾ പോയത് തന്നെ അറിഞ്ഞിട്ടില്ല. ഈ ഒരു സംഭാഷണം തീർന്നില്ലെങ്കിൽ എന്ന് ആശിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു പ്രഭാഷണം ശ്രവിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ശ്രീ VK സുരേഷ് ബാബു, അദ്ദേഹത്തിന് ഈ നാട്ടിൽ വന്നതിനും അതുപോലെ തന്നെ ഇത്ര നേരം നമ്മളോട് വളരെ സരസമായി സംസാരിച്ചതിനും ഞങ്ങളുടെ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഗുഡ് ലക്ക് ലൈബ്രറിയുടെ പ്രസിഡന്റ് ശ്രീ NM ഷാജർ, ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച ലൈബ്രറി രക്ഷാധികാരി വേലായുധൻ, അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ MK രാജേന്ദ്രൻ, ജസീനത്താബ്, ഈ ലൈബ്രറിയുടെ സെക്രട്ടറി ഷംജാദ്, അതുപോലെ തന്നെ ഈ യോഗത്തിൻ്റെ ഇത്ര നേരം, അതായത് പരിപാടി തുടങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് തന്നെ ഇവിടെ എത്തിയ ആളുകളുണ്ട്. ഇത്ര നേരം ഈ പരിപാടിയുമായിട്ട് സഹകരിച്ച ഓരോരുത്തരെയും, അതുപോലെ തന്നെ നമ്മുടെ മുൻ വാർഡ് മെമ്പർ, ലൈബ്രറിയുടെ ഉപദേശക സമിതി അംഗം കൂടിയായിട്ടുള്ള ജിതേന്ദ്രനേട്ടൻ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു.